ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്ര രാവിലെ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങുകയാണല്ലോ. മിത്രയ്ക്ക് സാരി ഉടുക്കാൻ അറിയാത്തത് കാരണം മടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആര്യനോട് എന്തായാലും ചോദിച്ചു നോക്കാം, ചിലപ്പോൾ ആര്യൻ എന്നെ സഹായിച്ചാലോ. മീനാക്ഷി ചേച്ചി അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോഴാണ് ആര്യൻ ബൈക്കിൻ്റെ താക്കോലുണ്ടോ അവിടെ ഇരിക്കുവാണോ എന്ന് ചോദിച്ച് മിത്രയുടെ അടുത്തേക്ക് കയറി വരിക കേട്ടോ. എന്നിട്ട് നീ പോകാൻ റെഡിയാകുന്നില്ലേ? ആ, ഞാൻ റെഡിയാകുന്നുണ്ട്. പിന്നെ ആര്യ, എനിക്കാണെങ്കിൽ സാരി ഉടുക്കാൻ അത്രയ്ക്ക് അറിയില്ല. ഇന്ന് എന്തായാലും സാരി ഉടുത്തുകൊണ്ട് പോകണമല്ലോ. അപ്പോൾ ഇതൊന്ന് ഉടുപ്പിച്ച് തരാമോ? അയ്യേ, ഞാനോ? എനിക്കങ്ങ് വയ്യ എന്നിങ്ങനെ പറയാട്ടോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ, എനിക്ക് ഉടുത്തിട്ട് പോകണ്ടേ? എനിക്കങ്ങ് പറ്റത്തില്ല. നീ എന്തൊക്കെയായി പറയണേ? സാരി ഉടുപ്പിച്ച് തരാനോ? നീ വേണമെങ്കിൽ വേറെ ജോലി നോക്കുമെന്ന് പറയാം. അപ്പോൾ ഉടനെ മിത്ര പറയാം, ശരി വേണ്ട, എന്നാൽ പിന്നെ ഞാൻ ഇന്ന് കോളേജിൽ ചുരിദാർ തന്നെ ഇട്ടുകൊണ്ട് പോവാം. ഓ, അത് ശരി, ചുരിദാർ ഇട്ടുകൊണ്ട് പോകാനാണോ ഞാൻ കാശും കൊടുത്ത് ഇത് വാങ്ങിച്ചു തന്നത്? എന്നാൽ പിന്നെ എനിക്ക് ഉടുക്കാൻ അറിയില്ലല്ലോ, ആര്യനോട്ട് സഹായിക്കുകയും ചെയ്യുന്നില്ല, പിന്നെ എന്തേ? ഓ, എന്താ ചെയ്യുക, ഇങ്ങോട്ട് എടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് സാരി എടുത്ത് നല്ല സൂപ്പറായിട്ട് നമ്മൾ മിത്രയ്ക്ക് സാരി എടുത്തു കൊടുക്കാട്ടോ. ആര്യൻ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാവാണ് നമ്മുടെ മിത്രയ്ക്ക്. എന്നിട്ട് അത് കാരണം രണ്ടുപേരും കൂടെ കോളേജിലേക്ക് കൊണ്ടുവിടാനായിട്ട് താഴോട്ട് ഇറങ്ങാട്ടോ. വണ്ടിയിലായിട്ട് വലിയ ബാഗുമായിട്ട് സാരിയും ഒക്കെ ആയിട്ട് കയറാൻ പറ്റുന്നില്ല മിത്രയ്ക്ക്. അപ്പോൾ മിത്ര ചോദിക്കുകയാണ്, ആര്യ, എനിക്കാണെങ്കിൽ ഈ ബൈക്കിൽ ഈ സാരിയും ഈ ബാഗും ഒക്കെ ആയിട്ട് എന്നെ കൊണ്ട് പറ്റണില്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഓട്ടോ പിടിച്ച് നീ നേരെ കോളേജിലേക്ക് പൊക്കോ, ഞാൻ ജോലിക്കും പോകുന്നു എന്ന് പറയാം. അല്ല, അതല്ല, ഓട്ടോയിലൊക്കെ പോകുമ്പോൾ ലേറ്റ് ആവും, ബൈക്കിലാകുമ്പോൾ പെട്ടെന്ന് കൊണ്ട് വിടാമല്ലോ. എന്നാൽ പിന്നെ നീ കയറ്. അതല്ല ആര്യ, ഞാൻ ആര്യനെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് ചുറ്റിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിരുന്നോട്ടേന്ന് ചോദിക്കുക കേട്ടോ. അയ്യ, ഒന്നും വേണ്ട, നീ ഓട്ടോയിൽ തന്നെ പോയാൽ മതി, എനിക്കതൊന്നും പറ്റത്തില്ല എന്ന് പറയാം. എന്നാൽ ഒരു കാര്യം ചെയ്യ്, എന്നാ പിടിച്ചോ, ഞാൻ ഓട്ടോയിൽ തന്നെ പോവാം, നീ താമസിക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും ആര്യന് ഒരു ചെറിയ വിഷമം തോന്നും. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, നീ വണ്ടി കയറിക്കോ എന്ന് പറയാം. അങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ആര്യനെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ ആര്യൻ. അത് ആ ഒരു സന്തോഷത്തിൽ കോളേജ് എത്തുന്നവർ മതി മറന്നിരിക്കുകയാണ് നമ്മുടെ മിത്ര. എന്നിട്ട് അവർ തമ്മിൽ ഒരുമിച്ച് പോകുന്നതും വരുന്നതും ഒക്കെ, വീട്ടിലായാലും ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നതും ഭയങ്കര സ്നേഹത്തോടുകൂടി ജീവിക്കുന്നതും ഒക്കെ ആ ഒരു യാത്രയിൽ മിത്ര സ്വപ്നം കാണുമോ. നല്ല പാട്ടോടു കൂടിയാണ് സീനൊക്കെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ കോളേജിൽ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും മിത്ര മതി മറന്നിരിക്കുകയാണല്ലോ. ആരെയും ചോദിക്കുന്നുണ്ട്, കോളേജ് എത്തി, നീ എന്താ ഇറങ്ങണില്ലേ? വീണ്ടും മിണ്ടാതിരിക്കുക കേട്ടോ, സ്വപ്നത്തിലാണല്ലോ. ഇടി നിന്നോടല്ലേ ചോദിച്ചാൽ ഇറങ്ങുന്നില്ലേന്ന്. അപ്പോഴാ ചാടി ഇറങ്ങണം കേട്ടോ. അങ്ങനെ ചാടിയൊക്കെ ഇറങ്ങി, ആ ശരി, ഞാൻ പോട്ടെ ആര്യ, ഞാൻ വരാൻ വിളിക്കാം, പൊക്കോ എന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആര്യൻ അവിടെ നിന്ന് നേരെ ജോലിക്ക് പോവാണ്, മിത്ര കോളേജിലേക്ക് പോവാണ്. ഈ സമയത്ത് ദേവമംഗലത്ത് രാവിലെ തന്നെ ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണ് ബാലൻ. അപ്പോൾ ബാലേട്ടാ, ഇന്നലെ ഞാൻ കുറേ വഴക്കൊക്കെ പറഞ്ഞിരുന്നല്ലോ അച്യുതേട്ടനുമായിട്ടുള്ള കാര്യത്തിൽ, അതൊക്കെ എന്നോട് ക്ഷമിക്കണം, സോറിയൊക്കെ വന്ന് ഗോമതി പറയണം. എന്തിനാ നീ സോറി പറയണേ? അതൊക്കെ കഴിഞ്ഞില്ലേ? അങ്ങനെയല്ല, ഉള്ളിലെ ഭയം കൊണ്ടാണ് ഞാൻ ഓരോന്നൊക്കെ പറയണം ബാലേട്ടാ, അതൊന്നും സാരമില്ല, അതൊക്കെ വിട്ടേരാ. എന്നാൽ ഒരു കാര്യം ചായ കുടിച്ചിട്ട് പോ, ഒന്ന് ചിരിക്കുക എന്ന് പറയാം കേട്ടോ. ചിരിക്കുന്നുണ്ട്, പിണക്കമൊക്കെ മാറിയിട്ട് ചായ കൊടുക്കാനായിട്ട് ഗ്ലാസ് കയ്യിലേക്ക് കൊടുക്കണതും കയ്യിൽ നിന്ന് താഴെ പോയി ചായ എല്ലാം മറിഞ്ഞു വീണ് പൊട്ട് കേട്ടോ ഗ്ലാസ്. ഇത് കണ്ട് ഗോമതി ആകെപ്പാടെ പേടിച്ച് വിറച്ചിട്ട് പറയുന്നുണ്ട്, അയ്യോ അപശകുനമാണല്ലോ ദൈവമേ. മീനാക്ഷിയും ഓടിക്കൊണ്ട് വരുവാ ഇവിടുത്തെ സൗണ്ടും ബഹളമൊക്കെ കേട്ടിട്ട്. എന്ത് അപശകുനം ഗോമതി? കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ പോയി, അതിനിപ്പോൾ എന്താ? രാവിലെ വഴിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഗ്ലാസ്സോ കണ്ണാടിയൊക്കെ പൊട്ടി ആകെ പ്രശ്നമാണ്, നമ്മുടെ ശകുനമേ പോവും, പ്രശ്നങ്ങൾ എന്തെങ്കിലും നടക്കാനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പറഞ്ഞ് അവരാകെ ടെൻഷൻ അടിക്കുമ്പോൾ അച്ഛൻ പറയണേ, ഇതൊക്കെ അന്ധവിശ്വാസമാണ്, നീ അങ്ങനെയൊന്നും വിശ്വസിക്കാണ്ട്, ഒരു ഗ്ലാസ് അല്ലേ, അത് പൊട്ടി, അതിനിപ്പോൾ എന്താ? അത് അച്ഛൻ പറഞ്ഞ ശരിയല്ലേ അമ്മേ എന്ന് മീനാക്ഷിയും ചോദിക്കാം. മീനാക്ഷി, നിനക്ക് അറിയത്തില്ല എന്ന് പറയാം. പോട്ടെ, എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് ചായ വേണ്ട, ഞാൻ പോവാമെന്ന് പറഞ്ഞ് ബാലൻ പോവാൻ തിരിയണത് മീനാക്ഷി, അയ്യോ അച്ഛാ, ഞാൻ ചായ എടുത്തിട്ട് വരാം, നിൽക്കച്ചാന്ന് പറയാം. ഉടനെ ഗോമതി അടുത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ടോ. അയ്യോ മീനാക്ഷി, നീ എന്തിനാ അച്ഛനെ പുറകേന്ന് വിളിച്ചത്? ആകെ പടിയുന്ന മൊത്തത്തിൽ പ്രശ്നങ്ങളാണല്ലോ, അതിനിപ്പോൾ എന്താ? പിന്നെ ചായ വേണമെന്ന് ചോദിക്കാനായിട്ട് വിളിക്കാണ്ട് പിന്നെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് പുറകെ നിന്നാണോ ഓടി വിളിക്കുന്നത്, ഒരാൾ പോയി കഴിഞ്ഞിട്ട് എന്ന് പറയാണ്. അവസാനം ഗോമതി വല്ല വിധേനും ബാലനും മീനാക്ഷിയും കൂടെ സമാധാനപ്പെടുത്താണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചിന്തിച്ച് കൂട്ടല്ലേ, ഒരു കുഴപ്പം വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോക്കാട്ടോ ബാലൻ പോകുന്ന വഴി. അതുപോലെ തന്നെ ആര്യനും ജോലിക്ക് പോവുകയാണല്ലോ. വഴിക്ക് വെച്ചിട്ട് രണ്ട് ചെറുപ്പിള്ളേർ കാറിൽ ഇങ്ങനെ വളവ് തിരിഞ്ഞ് വരുമ്പോൾ ബാലൻ്റെ ബൈക്കിൽ കൊണ്ടിട്ട് ഒറ്റ ഇടി കൊടുക്കുകയാണ്. അപ്പോൾ ഇടിക്കുമ്പോൾ തന്നെ ബാലൻ പെട്ടെന്ന് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പിള്ളേർ പറഞ്ഞ് ബാലനെ വഴക്ക് പറയാം കേട്ടോ. ബാലൻ്റെ തെറ്റല്ലെങ്കിലും ബാലൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ പറയണം മക്കളെ, ഞാനാണെങ്കിൽ മര്യാദയ്ക്കല്ലേ വന്നത്, നിങ്ങളല്ലേ ഇങ്ങോട്ട് കൊണ്ട് തട്ടിയെന്ന് പറയുമ്പോൾ, എടോ താൻ മിണ്ടാതിരുന്നോളണം, കൊണ്ടിങ്ങോട്ട് ഇടിച്ചിട്ട് ന്യായം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ബാലനെ വഴക്ക് പറയാം കേട്ടോ. അപ്പം ബാലൻ പറയണത്, മക്കളെ നിൻ്റെ പ്രായത്തിലുള്ള മക്കളെ എനിക്കും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ പറയാം. അപ്പോൾ കൂടെ വന്ന വേറൊരു പയ്യൻ സമാധാനിപ്പിക്കാൻ, പോട്ടെ വയസ്സായ ആളല്ലേ, നമുക്ക് വിട്ട് കളയാമെന്ന് പറയാം. ഇതെല്ലാം ആര്യനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ
അങ്ങനെ ബാലനാണെങ്കിൽ തിരിച്ചൊന്നും പറയാതെ വണ്ടി എടുത്തിട്ട് പോവാണ്. പക്ഷെ ആര്യനുണ്ടോ വിടുന്നോ? അവന്മാരെ പിടിച്ചിട്ട് നല്ല വിരട്ട് കൊടുക്കുമോ? നീയൊക്കെ ഇപ്പം ആരോടാടാ ആക്ഷേപിച്ച് വിട്ടത്? അതെന്നെ ഗോമതി സ്റ്റോറിലെ ബാലൻ എൻ്റെ അച്ഛനാടാ എന്നൊക്കെ പറയാം. നീ ആരാടാ ചോദിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അവനൊരു വലിയവൻ്റെ മോനാ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നുണ്ട് കേട്ടോ. ഈ മേലിൽ എൻ്റെ അച്ഛനെ എങ്ങാനും എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ ഇടിച്ച് നിന്നെ ശരിയാക്കുമെന്നും പറഞ്ഞോട്ടോ വരട്ടെ കേട്ടോ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടാന്ന് പറഞ്ഞ് അവനും തിരിച്ച് വരട്ടുക. അത് കേൾക്കുമ്പോൾ ആര്യൻ ഒരൊറ്റ അടിയും കൂടെ കവളിൽ കൊടുക്കുക. അങ്ങനെ അവന്മാർ പകരം തീർക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോവുക. ഇതാണ്. അതുപോലെ തന്നെ കൃഷ്ണമംഗലത്ത് അവിടെ അച്യുതനും അലോകും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ബാലനോട്ട് പണി കൊടുക്കണമെന്ന്. അപ്പോൾ ബാലൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിണ്ടാതെ രാവിലെ കേട്ടിട്ട് വന്നത് ശരിയായില്ല അച്ഛാന്ന് പറയുന്നുണ്ട് കേട്ടോ അലോക്. അപ്പോൾ അലോകിൻ്റെ അടുത്ത് അച്യുതൻ പറഞ്ഞു, നീ സമാധാനപ്പെട്, അവന് കൊടുക്കാനുള്ളതെല്ലാം നമുക്ക് ഏർപ്പാടാക്കാം, അധികം താമസിയാതെ എല്ലാം ശരിയാക്കി കൊടുക്കുക, ഇനി നേരിട്ടുള്ള ഇടപാടുകളൊന്നും വേണ്ട, വേറെ ആളെ വിട്ട് നമുക്ക് അവനെ തല്ലിക്കാം എന്നും പറഞ്ഞ് അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അതിന് ശേഷമാണ് ഈ ഒരു സംഭവം കൂടെ വരുന്നത്. അങ്ങനെ ആര്യനും വഴക്ക് പറഞ്ഞിട്ട് തിരിച്ച് പോവുകയാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാലൻ ജോലിയും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ബാങ്കിലേക്ക് പോവുക. സാധാരണ ബാങ്കിൽ പോകുന്ന സമയങ്ങളിൽ ചിലപ്പോൾ വണ്ടി എടുക്കും, ചിലപ്പോൾ വണ്ടി എടുക്കാണ്ടും പോവും, അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വണ്ടി എടുക്കാതെ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ബാലനാണെങ്കിൽ അപ്പോൾ ഉടനെ തന്നെ ധർമ്മനും ആകാശും കൂടെ അതൊരു സംശയമാവുന്നുണ്ട്. അപ്പോൾ അവരറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം റോഡിൽ നടന്നു എന്നുള്ള കാര്യം, അച്ഛനെ ആക്ഷേപിച്ച കാര്യങ്ങളൊക്കെ. അത് വന്ന് ബാലനോട് ചോദിക്കുകയാണ്. അങ്ങനെ ബാലൻ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല, അത് ചെറിയ കൊച്ചു പിള്ളേരാണ്, അതങ്ങ് ക്ഷമിച്ച് വിട്ടേരെന്ന്. ഇല്ല, ഞങ്ങളത് ചോദിക്കുമെന്ന് ആകാശും ധർമ്മനും പറയാട്ടോ. അവരെ തടഞ്ഞു നിർത്താണ് ബാലൻ. നിങ്ങളത് ചോദിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട, പോട്ടെ സാരമില്ല. പക്ഷേ എനിക്കതിലൊന്നും വിഷമം ഉണ്ടായില്ല, കാരണം എൻ്റെ മോൻ ആര്യൻ അവൻ പറഞ്ഞതിൽ അത്രയൊന്നും ആയിട്ടില്ല. എൻ്റെ സ്വന്തം മോൻ പോലും എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, പിന്നെയാണോ ഇത് എന്ന് പറയാട്ടോ. ആര്യനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ ഇവന്മാരെ ശരിയാക്കും അച്ഛാ എന്ന് പറയാം. പിന്നെ ആര്യനെ അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയട്ടോ. പക്ഷേ ആര്യൻ അതിന് മറുപടി ചോദിച്ച കാര്യമൊന്നും ഇവരറിയണില്ല. അതാണ് അവിടെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആര്യൻ നേരെ പോകുന്നത് ആര്യൻ്റെ ഫ്രണ്ടാണ്, വീടൊക്കെ എടുത്തു കൊടുത്തില്ലേ, കൂട്ടുകാരൻ്റെ അടുത്താണ് കേട്ടോ. അവിടെ ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ എനിക്കൊരു ലോൺ എടുത്ത് തരണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ മിത്ര നല്ല പഠിക്കുന്ന കുട്ടിയാണ്, അവളെ ഒരു IAS കാര്യമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവളെ വീട്ടുകാർക്കും അതൊക്കെ തന്നെയാണ് ആഗ്രഹം. പക്ഷേ അവളിങ്ങനെ എൻ്റെ കൂടെ വന്നതിന് ശേഷം അവളെ ഞാൻ പടുകുടിയിൽ തള്ളിയിട്ടൊന്നൊരു ചീത്തപ്പേരിന് നാളെ അതും കൂടെ കേൾക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് അവളെ പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കാശില്ല, നല്ല പൈസയാവൂലേ, എവിടെ നിന്നെങ്കിലും ഒരു ലോൺ ഒപ്പിച്ചാലോ, എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് ഈട് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒന്നും കയ്യിലില്ല, എന്ത് ചെയ്യാൻ പറ്റും, വസ്തുവോ സ്വർണ്ണമോ പണമോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് കുടുംബ സ്വത്ത് വല്ലതും ഉണ്ടോയെന്ന്. അങ്ങനെയൊന്നും ഇല്ലടാ, നമുക്ക് ആ ദേവമംഗലം മാത്രമേ ഉള്ളൂ. ആ ദേവമംഗലം, ആ കൊച്ചു വീടും ആ കടയും മാത്രമേ ഉള്ളൂ. അതിലുള്ള വരുമാനം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയത്. ഞങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതും പാവം അച്ഛനാണെങ്കിൽ ഞാനും ഇത്രയും മാത്രമായിരുന്നപ്പോൾ പോലും ഇത്രയും മാത്രം ചിലവാണ്, അങ്ങോട്ട് തീരുന്നില്ല. അപ്പോൾ നമ്മൾ 5 മക്കളെയും ഭാര്യയും ഒക്കെ അച്ഛൻ ഒറ്റക്കാലിൽ നിന്ന് ഈ ഒരു കട വെച്ച് മാത്രമാണ് അധ്വാനിച്ച് ഇത്രത്തോളം ആക്കിയത്. എങ്ങനെയാണാവോ, ഒരു സിനിമയ്ക്ക് അച്ഛൻ പോവില്ല, ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കില്ല, യാത്ര പോവില്ല, ഇതെല്ലാം ഇച്ഛൻ പിടിച്ചായിരിക്കും നമ്മളെ വളർത്തിയത്. പാവം, അത്രയ്ക്ക് കഷ്ടപ്പെട്ട അച്ഛൻ നമ്മളെ വളർത്തിയതെന്ന് പറയാം. ഇത്രയ്ക്ക് സ്നേഹം കരുതലൊക്കെ അച്ഛനോട് ഉണ്ടായിട്ടാണോ നിനക്ക് ഇത്ര ദേഷ്യം? എനിക്ക് അച്ഛനോട് ദേഷ്യമൊന്നുമില്ലടാ. പിന്നെ പണ്ട് മുതലേ മക്കളിൽ എന്നോടായിരുന്നു അച്ഛന് ഭയങ്കര ദേഷ്യം. എന്നെയാണ് ചെറുത്തതിനെ പിടിച്ചെന്നൊക്കെ അടിക്കുകയും ഒക്കെ ചെയ്യുന്നത്, വഴക്ക് പറയും. അതെൻ്റെ ഒരു വിധി. ചിലപ്പോൾ മക്കൾ കൂടുതൽ ആകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരാളോട് കൂടുതൽ സ്നേഹം കാണും, അതായിരിക്കും ചിലപ്പോൾ എന്നോട് കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അച്ഛനോടുള്ള പരിഭവങ്ങൾ പറയുകയാണ്. ബാലൻ ചെയ്യുന്ന നന്മകളെക്കുറിച്ചൊക്കെ സ്വന്തമായിട്ടൊരു കുടുംബമായപ്പോഴാണ് ആര്യൻ അത് മനസ്സിലാവുന്നതെന്നും കൂടെ പറയാം കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നത്. നോക്കുമ്പോൾ ആര്യൻ്റെ ആദ്യത്തെ മാസത്തെ ഫസ്റ്റ് സാലറി വന്നിട്ടുണ്ടോ. ആര്യന് ഇതുപോലൊരു സന്തോഷമില്ല, ഭയങ്കര സന്തോഷമാണ് കേട്ടോടാ, എൻ്റെ സാലറി വന്നു, എൻ്റെ ആദ്യത്തെ ശമ്പളം, ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ അധ്വാനമാണ്, അധ്വാനിച്ചതിൻ്റെ ഫലമാണ് എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരനോട് പറഞ്ഞ് നിൽക്കേണ്ട എപ്പിസോഡ് തീർന്ന് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്